ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വീഡിയോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കമ്പാരിസൺ വീഡിയോ എന്ന് പറയുന്നത് OnePlus Nord CE5 നമ്മുടെ iQOO Neo 10R തമ്മിലുള്ള കമ്പാരിസൺ ആണ്. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ ഏകദേശം ഒരു ക്ലാരിഫിക്കേഷനൊക്കെ കിട്ടുമായിരിക്കും. നമുക്ക് നോക്കാം. സോ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഞാൻ ഒരു പോൾ ഇട്ടേക്കാം. ഈ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്മാർട്ട് ഫോൺ ഏതാണെന്നുള്ളത് വോട്ട് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുക. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുപോലത്തെ ടെക് വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. സൈഡ് ബെല്ലൈക്കൺ പ്രസ് ചെയ്തു ഉള്ളക്കാക്കിയിട്ട് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ കൂടുതൽ പോയി പോരടിപ്പിക്കുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡിസ്പ്ലേയിൽ നിന്ന് തുടങ്ങാം. സോ നമ്മുടെ OnePlus Nord CE5 ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.77 ഇഞ്ചസിൻ്റെ ഫുൾ HD പ്ലസ് ആംലറ്റ് ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് വരുന്നത്. നമ്മുടെ iQOO Neo 10R വരുമ്പോൾ 6.78 ഇഞ്ചസിൻ്റെ 1.5K ഫ്ലാറ്റ് ആംലറ്റ് ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ് നമ്മുടെ Nord CE5 വരുന്നത്. പക്ഷേ iQOOയിൽ നിങ്ങൾക്ക് 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് കിട്ടും. പക്ഷേ നോർമൽ യൂസിൽ 120 ഹെർട്സ് ഒക്കെ തന്നെയാണ് വരുന്നത്. വലിയ വ്യത്യാസം നിങ്ങൾ ഗെയിമിങ്ങിലോട്ടും അങ്ങനെയൊക്കെ മാറുമ്പോഴാണ് ഈ ഒരു 144 ഹെർട്സ് ഒക്കെ വരുന്നത്. പിന്നെ 1430 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ഒക്കെയാണ് നമ്മുടെ Nord CE5 വരുന്നത്. iQOO Neo 10Rലേക്ക് വരുമ്പോൾ അവിടെ നിങ്ങൾക്ക് 4500 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് കിട്ടുന്നത്. കുറച്ചും കൂടെ ഡിസ്പ്ലേ വൈസ് നോക്കുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ നമ്മുടെ iQOO Neo 10R ആണ്. സോ അതാണ് നമ്മുടെ ഡിസ്പ്ലേയെ പറ്റി പറയാനുള്ളത്. ഇനി പെർഫോമൻസിലേക്ക് വരുമ്പോൾ നമ്മുടെ Nord CE5 കൊടുത്തിരിക്കുന്നത് നമ്മുടെ MediaTekൻ്റെ Dimensity 8350 Apex എന്ന് പറയുന്ന ഒരു ചിപ്സെറ്റ് ആണ്. നമ്മുടെ iQOO Neo 10R വരുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന സാധനം തന്നെയാണ് നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ 8S Gen 3. സോ ഇതാണ് നമ്മുടെ Nord CE5ൻ്റെയും Neo 10Rൻ്റെയും Antutu സ്കോർ. സോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ iQOO Neo 10Rലാണ് കുറേ കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു Antutu സ്കോർ വന്നിരിക്കുന്നത്. പെർഫോമൻസ് വൈസ് നോക്കുമ്പോൾ നമ്മുടെ iQOO Neo 10R ആണ് കുറച്ചും കൂടെ ഒരു ബെറ്റർ പെർഫോമൻസ് വരുന്നത്. സോ നിങ്ങളൊരു ബെസ്റ്റ് പെർഫോമൻസ് സ്മാർട്ട് ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു iQOO Neo 10R പരിഗണിക്കാവുന്നതാണ്. ഗെയിമിങ്ങിനൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ iQOO Neo 10R ആയിരിക്കും ഒരു ബെസ്റ്റ് ചോയ്സ്. സോ അതാണ് പെർഫോമൻസിനെ പറ്റി പറയാനുള്ളത്. സോ ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ നമ്മുടെ Nord CE5 കൊടുത്തിരിക്കുന്നത് 50 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയും 8 മെഗാപിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡുമാണ് വരുന്നത്. നമ്മുടെ സോണിയുടെ LYT600 എന്ന് പറയുന്ന സെൻസറാണ്. പിന്നെ 16 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് 4K വീഡിയോസ് 60 FPS ഷൂട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ iQOO Neo 10R വരുമ്പോൾ അവിടെയും 50 മെഗാപിക്സൽ പ്ലസ് 8 മെഗാപിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡാണ് വരുന്നത്. പക്ഷേ അവിടെ നിങ്ങൾക്ക് നമ്മുടെ സോണിയുടെ IMX882 എന്ന് പറയുന്നതാണ് വരുന്നത്. പിന്നെ 32 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് നമ്മുടെ iQOO Neo 10R വരുന്നത്. അവിടെ നിങ്ങൾക്ക് 4K വീഡിയോസ് 60 FPS ഷൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ OnePlus Nord CE5 1080p 60 FPS ഫ്രണ്ട് ക്യാമറയിൽ നിന്ന് കിട്ടുന്നത്. പക്ഷേ നമ്മുടെ iQOO Neo 10R വരുമ്പോൾ അവിടെ നിങ്ങൾക്ക് 4K വീഡിയോസ് 30 FPS വരെ കിട്ടും. പിന്നെ നമ്മുടെ iQOOയിൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഫോഗിൻ്റെ കുറേ ഇഷ്യൂസ് ഒക്കെ പറയുന്നുണ്ട്. സോ ക്യാമറ വൈസ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു കളർ സാച്ചുറേഷനും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് വരുന്നത് നമ്മുടെ OnePlus Nord CE5 ആണ്. iQOOനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ രണ്ടിലും അത്ര കിടിലൻ ക്യാമറ ക്വാളിറ്റി എന്നൊന്നും പറയാനില്ല. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 7100 mAh ബാറ്ററിയാണ് നമ്മുടെ OnePlus Nord CE5 കൊടുത്തിരിക്കുന്നത്. Neo 10Rൽ 6400 mAh ബാറ്ററിയാണ്. പിന്നെ രണ്ടിലും 80 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് വരുന്നത്. സോ ബാറ്ററിയിൽ നോക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു ബാറ്ററി കപ്പാസിറ്റി വരുന്നത് നമ്മുടെ OnePlus Nord CE5ലാണ്. നമ്മുടെ iQOO Neo 10R മോശമാണെന്നല്ല പറഞ്ഞത്. അതിൻ്റെയും ബാറ്ററി അത്യാവശ്യം ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ഒരു കിടിലൻ ബാറ്ററി തന്നെയാണ് അവിടെ വരുന്നത്. പിന്നെ നമ്മുടെ iQOO Neo 10Rൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ OnePlus Nord CE5ൽ സിംഗിൾ സ്പീക്കറാണ് വരുന്നത്. യെസ്, മോണോ സ്പീക്കറാണ് വരുന്നത്. അത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എന്തുകൊണ്ടാണ് അവർ മോണോ സ്പീക്കർ വെച്ചതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ നമ്മുടെ iQOO Neo 10R ആണ് കുറച്ചും കൂടെ ഒരു ബെറ്റർ സ്പീക്കറൊക്കെ കിട്ടുന്നത്. പിന്നെ നമ്മുടെ OnePlus Nord CE5ൽ LPDDR5Xും UFS 3.1 ആണ് വരുന്നത്. പക്ഷേ നമ്മുടെ iQOO Neo 10Rൽ LPDDR5Xും UFS 4.1 കിട്ടും. പക്ഷേ നമ്മുടെ iQOO Neo 10Rൽ 128GB ROM വേരിയൻ്റ് എടുക്കുകയാണെങ്കിൽ UFS 3.1 കിട്ടുള്ളൂ. 256ഉം അതിന് മേലോട്ടൊക്കെ ആണെങ്കിൽ മാത്രമേ ഈ ഒരു UFS 4.1 കിട്ടുള്ളൂ. അപ്പോൾ LPDDR5Xും UFS 4.1 വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 256GB എടുക്കേണ്ടി വരും. നമ്മുടെ OnePlus Nord CE5ൽ 8.17 mm തിക്നെസ് ആണ് വരുന്നത്. 199 ഗ്രാംസിൻ്റെ വെയിറ്റ് ആണ്. നമ്മുടെ iQOO Neo 10Rലേക്ക് വരുമ്പോൾ അവിടെ നിങ്ങൾക്ക് 7.98 mm തിക്നെസ് ആണ് കിട്ടുന്നത്. 196 ഗ്രാംസിൻ്റെ വെയിറ്റ് ആണ്. സോ അതിലൊന്നും വലിയ വ്യത്യാസങ്ങളൊന്നും പറയാനില്ല. പിന്നെ രണ്ടിലും ഔട്ട് ഓഫ് ബോക്സ് Android 15 വരുന്നത്. പിന്നെ IP65 റേറ്റിംഗ് ഒക്കെ കിട്ടുന്നുള്ളൂ. NFC-യുടെ സപ്പോർട്ട് കിട്ടുന്നില്ല. പിന്നെ IR ബ്ലാസ്റ്റേഴ്സ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ പ്ലാസ്റ്റിക് ബിൽട്ടാണ്, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറൊക്കെയാണ് വരുന്നത്. സോ അതൊക്കെയാണ് ബാക്കി സ്പെസിഫിക്കേഷൻസ്. സോ ഈ രണ്ടെണ്ണത്തിൻ്റെ പ്രൈസിങ്ങിലേക്ക് വരുമ്പോൾ നമ്മുടെ OnePlus Nord CE5 8+ 128GB ROM വേരിയൻറ്റ് 24,999 രൂപയ്ക്കാണ് വരുന്നത്. 8+ 256GB ROM വേരിയൻറ്റ് 26,999 രൂപയ്ക്കാണ് വരുന്നത്. പിന്നെ നമ്മുടെ iQOO Neo 10Rലേക്ക് വരുമ്പോൾ അതിൻ്റെ 8+ 128GB ROM വേരിയൻറ്റ് 26,999 രൂപയ്ക്കാണ് വരുന്നത്. പക്ഷേ അവിടെ നിങ്ങൾക്ക് UFS 3.1 കിട്ടുള്ളൂ, കാരണം 128GB ROM വേരിയൻ്റ് ആണ്. പിന്നെ ഇതിൻ്റെ 4.1 കിട്ടുന്ന ആ ഒരു 8+ 256GB ROM വേരിയൻറ്റ് 28,999 ആണ് വരുന്നത്. സോ പ്രൈസ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ iQOO Neo 10R ആണ് 2000 രൂപയും കൂടെ കൂടുതൽ വരുന്നത്. സോ എല്ലാം കൂടെ ഒരു റീക്യാപ്പ് ആയിട്ട് പറയാം.
അപ്പോൾ നിങ്ങൾ ഒരു OnePlusന്റെ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ ഈ ഒരു OnePlus Nord CE5 പരിഗണിക്കാവുന്നതാണ്. പിന്നെ ഒരു നല്ല ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഒരു സ്മാർട്ട് ഫോൺ, കുഴപ്പമില്ലാത്തൊരു ക്യാമറ ക്വാളിറ്റിയിലൊക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോൺ, കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസിൽ വെച്ച് വരുന്ന സ്മാർട്ട് ഫോൺ. സോ ഇതൊക്കെയാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു OnePlus Nord CE5 പരിഗണിക്കാവുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ബെറ്റർ പെർഫോമൻസ്, കുഴപ്പമില്ലാത്തൊരു ക്യാമറ ക്വാളിറ്റി, അത്യാവശ്യം ഒരു നല്ല ബാറ്ററി കപ്പാസിറ്റി, സ്റ്റീരിയോ സ്പീക്കേഴ്സ്, ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് IQ Neo 10R പരിഗണിക്കാവുന്നതാണ്. സോ ഒരു ഗെയിമിങ്ങിന് ഒരു സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് IQ Neo 10R ആയിരിക്കും ഒരു ബെസ്റ്റ് ഓപ്ഷൻ. പിന്നെ IQ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, പെർഫോമൻസിനെ ഫോക്കസ് ചെയ്തിറക്കുന്ന ഒരു ബ്രാൻഡാണ്. സോ ക്യാമറയ്ക്കൊന്നും ഒരു അത്ര വലിയ ഫോക്കസ് കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര കിടിലൻ ക്യാമറ ക്വാളിറ്റി ഒന്നല്ല വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയൊക്കെ ഈ ഒരു IQ Neo 10Rലും കിട്ടും. കുറച്ചും കൂടി ഒരു ബെറ്റർ പെർഫോമൻസ് വരുന്നത് നമ്മുടെ IQ Neo 10Rലാണ്. സോ അതാണ് IQ Neo 10Rഉം നമ്മുടെ OnePlus Nord CE5ഉം തമ്മിലുള്ള ഒരു കമ്പാരിസൺ വീഡിയോ. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്മാർട്ട് ഫോൺ ഏതാണെന്നുള്ളത് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ വോട്ട് ചെയ്യാൻ മറക്കരുത്. ഇനി ഏത് സ്മാർട്ട് ഫോൺസ് തമ്മിലുള്ള കമ്പാരിസൺ വീഡിയോ ആണ് വേണ്ടെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് പോലത്തെ ടെക് വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. സൈഡ് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഉള്ളക്കാക്കിടുക. അപ്പോൾ ഇതുപോലെ മറ്റു വീഡിയോയിൽ കാണും വരെ ബൈ.